ഹലോ, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ ഷിഹാന അമീൻ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സിമ്പിൾ റെസിപ്പിയായ ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇത് നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റായ ചപ്പാത്തി, പൂരി, ദോശ അങ്ങനെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൽക്കും ഉണ്ടാക്കാം. അത്ര പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പാൻ എടുക്കുക. എന്നിട്ട് അതിലോട്ട് നുറുക്കി വെച്ച സബോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഓക്കെ, അത് ഉപ്പൊന്ന് നല്ലോണം വാടിയ ശേഷം നമ്മൾ അതിലോട്ട് ഉപ്പൊന്ന് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത ശേഷം അത് വാടിക്കഴിഞ്ഞ ശേഷം നമ്മൾ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മളത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറുമല്ലോ, ആ സ്മെല്ലൊക്കെ മാറിയ ശേഷം നമ്മൾ അതിലോട്ട് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടനെ പരുവാകുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടി ചേർക്കണം. ഈ 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയാണ് മിക്സ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറിയ ശേഷം നമ്മൾ അതിലോട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസും പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പൊട്ടാറ്റോനെ നമ്മൾ നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കറിക്കൊരു കട്ടിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പൊട്ടാറ്റോ ഒന്ന് നല്ല ഉടച്ച് കൊടുത്ത് നമ്മൾ അതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡർ, നമ്മുടെ ആവശ്യത്തിനുള്ള ഗരം മസാല പൗഡർ ഇടണം. എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ ഒന്ന് നന്നായി തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലോട്ട് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ മല്ലിയില ഒന്ന് ജസ്റ്റ് ആ ടേസ്റ്റൊക്കെ അതിലേക്ക് തന്നെ വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടോ. നമുക്ക് നല്ല ചപ്പാത്തിക്കും പൂരിക്കും ദോശക്കും ഇടിയപ്പത്തിനൊക്കെ നല്ലോണം ചേരുന്ന ഒരു കറിയാണ് ഇത്. ഭയങ്കര നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത്ര പണിയൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ്